രാജ്യത്ത് ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളാണ് എന്ന അവകാശവാദത്തെ പൊളിച്ചെഴുതിക്കൊണ്ട് പ്യൂ റിസർച്ച് റിപ്പോർട്ട് പുറത്ത്. അവർ നടത്തിയ സർവേയിൽ കൂടുതൽ രാജ്യങ്ങളിലും ആളുകൾ ഇസ്ലാം ഉപേക്ഷിക്കുന്നതായിട്ടാണ് കണ്ടിരിക്കുന്നത് എന്നതാണ്. അതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന രാജ്യം തുർക്കിയാണ്. കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ ഏകദേശം 3% ആളുകൾ ഇസ്ലാം ഉപേക്ഷിച്ച് മറ്റു വിശ്വാസങ്ങളിലേക്ക് ചേക്കേറുന്ന കാഴ്ചയും കാണാൻ സാധിക്കുന്നു. എന്നാൽ ഇവർ കൂട്ടത്തോടെ എന്തുകൊണ്ട് ഇസ്ലാം ഉപേക്ഷിക്കുന്നു എന്നതിൽ വ്യക്തമായ ഒരു കാരണം വ്യക്തമാക്കാൻ സാധിച്ചിട്ടില്ല എന്നതാണ് നിരീക്ഷകർ വ്യക്തമാക്കുന്നത്. ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളിലെ മുസ്ലിങ്ങളുടെ അവസ്ഥ കണ്ടെത്തുന്നതിനായിട്ടാണ് പ്യൂ റിസർച്ച് നടത്തിയ ഈ ഒരു സർവേ അല്ലെങ്കിൽ ഈ ഒരു വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ലോകമെമ്പാടുമുള്ള 36 രാജ്യങ്ങളിൽ നിന്നുള്ള ഇസ്ലാം വിശ്വാസികളുമായി സർവേ നടത്തിയവർ അതിൽ സംസാരിച്ചുകൊണ്ട് അതിൽ റിപ്പോർട്ട് സമർപ്പിക്കുകയാണ് ഉണ്ടായത്. ഇസ്ലാമിൽ ചേരുന്നവരുടെയോ അല്ലെങ്കിൽ അത് ഉപേക്ഷിക്കുന്നവരുടെയോ എണ്ണത്തിൽ മാറ്റം വന്ന 13 രാജ്യങ്ങളുണ്ട്. മുസ്ലിം ഭൂരിപക്ഷമല്ലാത്ത അമേരിക്ക, ഇന്ത്യ, സിംഗപ്പൂർ തുടങ്ങിയ രാജ്യങ്ങളും ഈ പട്ടികയിൽ ഉൾപ്പെടുന്നവയാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ ഇസ്ലാം ഉപേക്ഷിക്കുന്നത് തുർക്കി പോലുള്ള മുസ്ലിം രാജ്യങ്ങളാണ്. 2023 ജൂലൈ 17-നും 2024 മാർച്ച് 4-നും ഇടയിലാണ് ഈ ഒരു സർവേ നടത്തിയിരിക്കുന്നത്. അതുമാത്രമല്ല, ഈ ഒരു റിപ്പോർട്ട് അനുസരിച്ച് തുർക്കിയിലെ 98% ആളുകളും മുസ്ലിങ്ങളായിരുന്നു. എന്നാൽ ഇപ്പോൾ ആകട്ടെ അത് 95%-ആയി കുറഞ്ഞിരിക്കുകയാണ്. അതായത് ഇതിൽ ഏറ്റവും കൂടുതൽ ഗണ്യമായ 3%-ന്റെ ഒരു ഇടിവാണ് സംഭവിച്ചിരിക്കുന്നത്. അതായത് ഈ 3% ആളുകളും മുസ്ലിം അല്ലെങ്കിൽ ഇസ്ലാം ഉപേക്ഷിക്കുന്നു എന്നതാണ് ഇതിലൂടെ വ്യക്തമാക്കാൻ സാധിക്കുന്നത്. ആരും ഇസ്ലാം മതം സ്വീകരിച്ചിട്ടുമില്ല. എന്നാൽ ഇന്ത്യയിലും അമേരിക്കയിലും മുസ്ലിങ്ങളുടെ എണ്ണം സ്ഥിരമാണ്. അതായത് ആരും ഇസ്ലാം ഉപേക്ഷിക്കുന്നില്ല എന്നും ഈ ഒരു റിപ്പോർട്ട് പറയുന്നുണ്ട്. അല്ലെങ്കിൽ അത് ഉപേക്ഷിച്ച ആളുകളുടെ എണ്ണം അത് സ്വീകരിച്ച ആളുകളുടെ എണ്ണത്തിൽ തുല്യമാണ് എന്നതായിരിക്കാം മറ്റൊരു കാരണമായി പറയുന്നത്. നൈജീരിയയിലും 1% ആളുകൾ ഇസ്ലാം ഉപേക്ഷിക്കുന്നുണ്ട്. അതേസമയം 1% പേർ ഇസ്ലാം സ്വീകരിക്കുകയും അതിനാൽ ഇവരുടെ മുസ്ലിം സമുദായത്തിന്റെ എണ്ണം 38%-ആയി തുടരുന്നു എന്നതും മറ്റൊരു വസ്തുത. എന്നാൽ മലേഷ്യയിലേക്ക് വരുമ്പോൾ മുസ്ലിങ്ങളുടെ എണ്ണം 74%-ൽ നിന്ന് 75%-ആയി വർദ്ധിച്ചിരിക്കുന്നതായും പറയപ്പെടുന്നു. അതുപോലെ ബംഗ്ലാദേശിൽ 95%-വും ഇന്തോനേഷ്യയിൽ 93%-വും മുസ്ലിങ്ങളാണുള്ളത്. അതുപോലെ ഇതിനു പുറമെ തന്നെ ഇസ്രയേലിലെ മുസ്ലിങ്ങളുടെ എണ്ണം 1% വർദ്ധിച്ചിട്ടുണ്ട് എന്നും കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട്. മുൻപിടെ 18% മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നു. അത് 19%-ആയി വർദ്ധിച്ചു എന്നതാണ് റിപ്പോർട്ട് വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം പ്യൂ റിസർച്ച് റിപ്പോർട്ട് പ്രധാനമായും ലോകമെമ്പാടുമുള്ള ജനസംഖ്യ വർധനവ്, പ്രത്യേകിച്ച് മതവിഭാഗങ്ങളുടെ വളർച്ചയെക്കുറിച്ച് പഠിക്കുന്ന അല്ലെങ്കിൽ ഒരു പഠനമാണ് പ്യൂ റിസർച്ച് എന്ന് പറയുന്നത്. ഏറ്റവും പുതിയ റിപ്പോർട്ട് അനുസരിച്ച് 2010-2020 കാലയളവിൽ ഇസ്ലാം ലോകത്ത് ഏറ്റവും വേഗത്തിൽ വളരുന്ന മതമാണ് എന്നതായിരുന്നു ഇവർ ആദ്യം പുറത്തുവിട്ട റിപ്പോർട്ടുകളിൽ സൂചിപ്പിച്ചിരുന്ന കാര്യം. എന്നാൽ പിന്നീട് ഇതിൽ ക്രിസ്തുമത വളർച്ചയും കാണിക്കുന്നുണ്ട് എന്ന് ഈ റിപ്പോർട്ട് അല്ലെങ്കിൽ പ്യൂ റിസർച്ച് റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നു. എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ലോകത്തിലെ വിവിധ മതങ്ങളുടെയും സംസ്കാരങ്ങളുടെയും സാമൂഹിക കാര്യങ്ങളുടെയും ഒക്കെ സ്ഥിതി വിവരണ കണക്കുകൾ ഇതിൽ ഉൾപ്പെടുകയും 2010-നും 2020-നും ഇടയിൽ മുസ്ലിം ജനസംഖ്യ 347 ദശലക്ഷം വർദ്ധിച്ചു എന്നതായിരുന്നു. ലോകത്ത് ഏറ്റവും വേഗത്തിൽ വളരുന്ന ഒരു മതമാണ് ഇസ്ലാം എന്ന് പറയപ്പെട്ടിരുന്നു എങ്കിൽ പോലും ഇപ്പോൾ ഈ ഒരു 2025-ലേക്ക് കടന്നിരിക്കുമ്പോൾ ഇസ്ലാം ഉപേക്ഷിക്കുന്നവരുടെ എണ്ണം ഏറ്റവും കൂടുതൽ ഗണ്യമായി തന്നെ വർധനവുണ്ടാവുകയും മാത്രമല്ല അവർ മറ്റ് വിശ്വാസങ്ങൾ തേടി അങ്ങോട്ടേക്ക് ചേക്കേറുന്നതും ഒരു കാഴ്ച വളരെയധികം സംജാതമായി കാണുന്നു. ഇപ്പോൾ പ്യൂ റിസർച്ച് തന്നെ ഇക്കാര്യങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നതും ഗണ്യമായ ഇസ്ലാമിൽ ഗണ്യമായ കുറവ് രേഖപ്പെടുത്തുന്നു എന്ന് അവർ തന്നെയാണ് അവരുടെ റിപ്പോർട്ടിലൂടെ തന്നെ അല്ലെങ്കിൽ അവരുടെ പഠനത്തിലൂടെ തന്നെ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.